അപ്പോൾ ഇന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെറുതെ എന്നാലും റൂമിൽ പോയി ഇരിക്കുകയല്ലേ, അപ്പോൾ അതിന് പകരം ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ എന്താണ്, ടീനഗറി തന്നെ പോകുക, അവിടെയുള്ള ഷോപ്പുകളിലൊക്കെ കയറിയിട്ട് അവിടുത്തെ കളക്ഷൻസ് ഒക്കെ നോക്കുക. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലൈം ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ എൻ്റെ സ്ട്രീറ്റിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ സ്ട്രീറ്റ് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനൊക്കെ ചപ്പൽസ് ആയാലും ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ നമ്മൾ ആദ്യം പോയത് ശരവണ സ്റ്റോഴ്സിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിനൊരു മെയിൻ ഉദ്ദേശമുണ്ട്, അതിനെ ലാസ്റ്റ് പറയാം. അപ്പോൾ നമ്മൾ വന്നിട്ട് ബാഗൊക്കെ കൊടുത്തിട്ട് നമ്മൾ വേണ്ട ചുമ്മാ ഫാൻസി സ്റ്റോറിലേക്ക് വന്നു. അവിടുത്തെ ഒരു 2 സാധനം മേടിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വന്ന് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കി. അടിപൊളി അടിപൊളി കമ്മലുകളും മാലകളും പിന്നെ ക്യൂടെക്സ് ലിപ്സ്റ്റിക്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ബോയുടെ കളക്ഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിത് ഈ ഒരു പെർഫ്യൂമിൻ്റെ സെക്ഷനിൽ വന്നപ്പോഴത്തേക്കും ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. എല്ലാത്തിനും 2 എണ്ണം 200 സംതിങ് രൂപയ്ക്ക് എന്തോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല പെർഫ്യൂം ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ മേടിക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഇവിടുത്തെ ക്യാൻറ്റീനിൽ നല്ല പാവ് ബജിയും കോഫിയൊക്കെ കിട്ടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ആഗ്രഹം കൂടെ നമ്മൾ വന്നതാണ്. നമുക്കങ്ങനെ അധികം വിശക്കുന്നില്ലായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ബജ്ജി മേടിച്ചിട്ട് എല്ലാവരും കൂടി കഴിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി എരി കൂടി പോയി, വേറൊന്നും കുഴപ്പമില്ലായിരുന്നില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് 1-2 കടകളിൽ കയറണമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൻ്റെ ചാർജ് ഖത്തം ആവാറായിരുന്നു. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് റൂമിലേക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ, ടാറ്റാ.